പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് ഇത് എന്ന് വാങ്ങിച്ചാന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ച നമ്മള്. ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചാണ്. ഇത് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടി ചെറുതാണ് കേട്ടോ. ഇത് ഈ ഒരു ലഞ്ച് ബോക്സ് അല്ലേ ഇത്? മാനമാർക്ക് ഉണ്ടാകാം. ഇത് മോൾക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇത് കുറച്ച് വലുതാണ്. ഇങ്ങനെ ചോറ് വെക്കാം, ഇവിടെ എന്തെങ്കിലും തോരനൊക്കെ വെക്കാം. ഇതേ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു ലഞ്ച് ബാഗാണ് കേട്ടോ വാങ്ങിയത്. മോൻ വായിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ബുക്കാണ്. ക്രോസ് വേർഡിന്ന് മേടിച്ചത്. അമ്മയുടെ കൊടുക്കോ എന്നാ എനിക്ക് വയ്യ. ഇതാണ് ഒരു ഇത് ക്രോസ് വേർഡിന്ന് വാങ്ങിച്ച പെൻസിലാണ് കേട്ടോ. ഈ ഒരു പെൻസിലിന്റെ കിറ്റും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രയോണിന്റെ വലിയൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്കെച്ച് പേനയുണ്ട്, ഇതും വാങ്ങിയിട്ടോ. പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇത് ആവശ്യമാണല്ലോ, അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. മോൾക്ക് ഈ വർഷം മുതലേ പേനയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു പേനയുടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെൻസിലുണ്ട്, ഈ ഒരു പെൻസിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പെൻസിൽ ഒരുപാട് വേണമല്ലോ. തോത്തയ്ക്ക് ഒരു ദിവസം ഒരു പെൻസിൽ ആയിരിക്കില്ല തോത്ത? നോ. ഇത് മോന്റെ ആണ് കേട്ടോ, മൂത്തയാളുടെ. അങ്ങനെ എനിക്ക് നിനക്കൊന്നും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇവർക്ക് 3 പേർക്ക് കൂടെ വാങ്ങിയതാണ് ഈ ഒരു സാധനങ്ങൾ കേട്ടോ. മോന് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഈ ഡെപ്പിക്കകത്ത് കൊണ്ടുപോകുള്ളൂല്ലോ, അതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ തന്നെയല്ല ഇതിപ്പോൾ ചെറുതാണല്ലോ, ഇതിങ്ങനെ അധികം വണ്ണമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് പിടിക്കാൻ എളുപ്പമായിരിക്കും ഓർത്തോണ്ടാണ് കേട്ടോ ഈ ഒരു ചെറുത് വാങ്ങിയത്. എനിക്കാണെങ്കിൽ ടെൻഷനായി ഇങ്ങനെ പോകുന്നതുകൊണ്ട്, ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ടെൻഷനായി ഇനി കൈ വേദനിക്കുമോ എന്നൊക്കെ ഓർത്തൊരു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയാണ് ഈ ചെറുത് വാങ്ങിയത്. അതാണ് വാങ്ങിയത്. എന്റെ കളർ പെൻസില്. പിന്നെ ഇത് നമ്മള് അവധിക്ക് മേടിച്ചാൽ നോക്കല്ലേ. അതായത് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ നമ്മള് പിറ്റേ ദിവസം ലുലുമോളിൽ പോയപ്പോ തന്നെ എന്താ ഇരിക്കുന്നത് ഈ ഒരു കോമ്പസും ഈ ഒരു ഇതും കൂടി പിങ്ക് കളർ വെച്ചോളെ. പിന്നെ ഈ സ്കെയിൽ ഏറ്റവും ഈ വീട്ടിൽ വേണ്ട സാധനമാണ് സ്കെയിൽ കേട്ടോ. എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടെ തപ്പി നടക്കും. എന്റെ സ്കെയിൽ കണ്ടോ എന്ന് ചോദിച്ച് നടക്കും കേട്ടോ. അവസാനം ഒന്നുമില്ലാതെ എന്തെങ്കിലും മറ്റേ ബോക്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് വേറെ അശക്ക വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്കെയിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ക്യാമലിന്റെ ആണ്. പിന്നെ മോൻ വാങ്ങിയതാണ് കേട്ടോ. ഇതെന്താ ലെൻസ് സ്കെയിൽ. അതായത് ഇതിങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും. ഇത് ലെൻസിന്റെ ഈ ഒരു സ്കെയിൽ വാങ്ങി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ തുടങ്ങും. അപ്പോൾ ഒട്ടിക്കാനൊക്കെ വേണ്ടി 2 നമ്മുടെ ഗ്ലൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് തന്നെ മോൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഷാർപ്പനർ. ഇതാണ് കേട്ടോ തോത്തയുടെ കാറിന്റെ ഷാർപ്പനർ. കണ്ടോ, പോകുന്നില്ല സ്കൂളില്. സ്കൂളിലെ കാര്യം പറയുമ്പോ ഇവിടെ നാഗവല്ലിയും രാമനാഥനും എല്ലാം കൂടെ ഒരുമിച്ച് കയറുന്ന അവസ്ഥയാണ് ഗൈസ്. എനിക്ക് വയ്യേ. ആരെങ്കിലും ഉണ്ടോ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർ ഇതുപോലത്തെ പ്രശ്നമുള്ളതല്ല അമ്മച്ചിയേ. പിന്നെ ഇത് മോളുടെ ഇറൈസറാണ് കേട്ടോ. ഇതെന്താണ് ഡോണറ്റിന്റെ ആണ് കേട്ടോ. നോക്കിയേ, ഇതിപ്പോ ഇവിടെ കൊണ്ടുവച്ചപ്പോ ഇളയാൾ എടുത്തോണ്ട് പോയി. ഡോണറ്റാന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. ഞാൻ നോക്കുമ്പോ കടിക്കുന്നത് നോക്കി എടുത്തിട്ട് ഡോണറ്റ്. ഇത് കണ്ടോ, ഇത് മോളുടെ ഇറൈസർ. ഇത് 2 പിന്നെ ഇത് മോന്റെ ആണ്. ഇത് അപ്പുന്റെ ആണ് ഇറൈസർ. കണ്ടോ, കത്രിക. ഇവർക്ക് മറ്റേ കട്ട് ചെയ്യാനൊക്കെ കാണുമല്ലോ. ഇത് മോന്റെ ജോമെട്രി ബോക്സ് ആണ് കേട്ടോ. ഇതാണ് മോന്റെ ജോമെട്രി ബോക്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മള് സ്കൂളിൽ പോകാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇടിച്ചു പൊട്ടിക്കണം കേട്ടോ. എല്ലാം ഇടിച്ചു പൊട്ടിച്ചോ. നിങ്ങൾ എല്ലാവരും എല്ലാം ഇടിച്ചു പൊട്ടിച്ചോ കേട്ടോ. എല്ലാം ഇടിച്ചു പൊട്ടിച്ചോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ.